ധ്യാനിന്റെ പെർഫോമൻസ് ഒക്കെ കൊള്ളാം. പക്ഷേ ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ധ്യാൻ തന്നെയാണ് ഇതിന്റെ മെയിൻ പ്രശ്നം, സ്ക്രീന് കിട്ടാത്തതിന്റെ. കാരണം എന്താ പറഞ്ഞാൽ ഒരു വർഷം 5-8 സിനിമ എടുത്തിട്ട് പടം വീക്ക്ലി ഇറക്കിയിട്ട് വീക്ക്ലി സ്റ്റാർ എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഈ പടം ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയാ ID വളരെ മികച്ചൊരു സിനിമയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നല്ല കിടിലൻ കഥ, അതിലെ സ്റ്റോറി ഉണ്ടല്ലോ. ഈ കാലഘട്ടത്തിൽ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കഥയാണ്. അതായത് വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റിടത്തൊക്കെ സ്ത്രീകളുടെ മോശമായ ഫോട്ടോ ചിത്രീകരിച്ചിട്ട് സ്റ്റോറി അടിച്ചുവിടുന്ന ഒരു കഥയാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. പക്ഷെ അത് നമുക്ക് കണ്ടാലേ അതിനെക്കുറിച്ച് മനസ്സിലാവുള്ളൂ. വളരെ മോശമായ രീതിയിൽ സ്ത്രീകൾ ഉപയോഗിക്കുക അത് പാടില്ല. അത് ഈ സിനിമ കറക്റ്റായിട്ട് നമുക്കത് വ്യക്തമാക്കി തരുന്നുണ്ട്. സ്ത്രീകളായാലും പുരുഷന്മാരായാലും എല്ലാവരും വ്യക്തമായിട്ട് ഈ സിനിമ കാണണം. ഈ സിനിമ നല്ലൊരു സിനിമയാണ്, പക്ഷെ ഇതിന് സ്ക്രീന് കിട്ടിയില്ല. ഇങ്ങനത്തെ നല്ല കഥകൾക്ക് സ്ക്രീന് കൊടുക്കുന്നില്ല. ഈ ചളിവിളി പടങ്ങൾക്കൊക്കെ ഇഷ്ടംപോലെ സ്ക്രീനും കിട്ടും. പക്ഷെ ഇതിന് സ്ക്രീന് കിട്ടാത്ത എനിക്ക് തോന്നുന്നു നല്ല ഡിസ്ട്രിബ്യൂട്ടർ കിട്ടാത്തതുകൊണ്ട് അതുകൊണ്ട് വളരെ നല്ലൊരു പടമാണ്. അതാ പറഞ്ഞത്, ഇതില് എനിക്ക് തോന്നുന്നത് ധ്യാനിന്റെ പെർഫോമൻസ് ഒക്കെ കൊള്ളാം. പക്ഷേ ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ധ്യാൻ തന്നെയാണ് ഇതിന്റെ മെയിൻ പ്രശ്നം, സ്ക്രീന് കിട്ടാത്തതിന്റെ. കാരണം എന്താ പറഞ്ഞാൽ ഒരു വർഷം 5-8 സിനിമ എടുത്തിട്ട് പടം വീക്ക്ലി ഇറക്കിയിട്ട് വീക്ക്ലി സ്റ്റാർ എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഈ പടം ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീക്ക്ലി സ്റ്റാർ ആകുമ്പോൾ പടം പൊട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്താ ഡിസ്ട്രിബ്യൂട്ടർ കിട്ടൂല. ഇതിന് നല്ലൊരു ഡിസ്ട്രിബ്യൂട്ടർ കിട്ടിയിട്ട് ഇഷ്ടംപോലെ സ്ക്രീനും കിട്ടും, പടം വിജയിക്കും. നല്ല വിജയിക്കേണ്ട കഥയാണ്. കാരണം ഇങ്ങനത്തെ കഥ സമൂഹത്തിൽ ഇറങ്ങിച്ചെല്ലാണോ, ഇത് ഇറങ്ങിച്ചെല്ലുന്നില്ല. എനിക്ക് കണ്ടിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ, വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു കഥയാണ്.